നാടിനെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ഇന്ന്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി പറയുന്നത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, എന്തായാലും ചെന്താമരയുടെ വിധി എന്താണ് എന്നുള്ളത് ഇന്നറിയാൻ സാധിക്കും. കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇന്ന് വിധി പറയുക. എന്തായിരിക്കും ചെന്താമരയെ കാത്തിരിക്കുന്ന വിധി? അരുണിമ, പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കഴിഞ്ഞ തിങ്കളാഴ്ച വിധി പറയാനായിരുന്നു അല്ലെങ്കിൽ വിധി പറയുകയായിരുന്നു. അതിൽ ജഡ്ജിക്ക് ഉണ്ടായ ആരോഗ്യ പ്രശ്നം കാരണം ഇന്നത്തേക്ക് വിധി പറയുന്നത് മാറ്റുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. 2025 ജനുവരി 27 പ്രതി ചെന്താമര ഈ ഇരട്ടക്കൊലപാതകം നടത്തിയത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2019 ഓഗസ്റ്റ് 31 അയൽവാസികൾ തമ്മിലുള്ള ചില തർക്കത്തിൻ്റെ പേരിൽ പോത്തുണ്ടി സ്വദേശി സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയായിരുന്നു തൊട്ടു പിന്നാലെ ഈ സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഈ ഇരയുടെ കുടുംബത്തിന് വേണ്ടത്ര സുരക്ഷ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന ആരോപണം വലിയ രീതിയിൽ തന്നെ വിവാദമായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു 2025 ഈ ജാമ്യത്തിൽ ഇറങ്ങി ചില വ്യവസ്ഥകൾ ലംഘിച്ച് ഈ ഇരയുടെ കുടുംബത്തിന് തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചായിരുന്നു ഇത്തരത്തിൽ ചെന്താമര വീട്ടിൽ താമസിച്ചത് എന്നതായിരുന്നു അന്നത്തെ വലിയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ കേസിൽ വിധി പറയുന്നത്. 2025 ഇരട്ടക്കൊലപാതക കേസിൽ അയൽവാസിയായിട്ടുള്ള ഈ കേസിൽ ഏക പ്രതിയായിട്ടുള്ള കൊടും ക്രിമിനൽ എന്ന് പറയാവുന്ന ചെന്താമരയാണ് ഈ കേസിൽ ഏക പ്രതി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയും എന്നതാണ്. 3 കൊലപാതക കേസാണ് ചെന്താമരയുടെ പേരിലുള്ളത്. അതിൽ തന്നെ സജിതയുടെ കൊലപാതക കേസിൽ 2019 ഓഗസ്റ്റിൽ നടന്ന പോത്തുണ്ടി സ്വദേശി സജിത കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം വിധിച്ചിരുന്നു. ഇനി ഈ 2 ഇരട്ട കൊലപാതക കേസിലാണ് വിധി ഇന്ന് വരാനുള്ളത്. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് തൊട്ടു പിന്നാലെ പ്രതി ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 2025 ജനുവരി 26 വലിയ സന്നാഹവുമായി പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിചാരണ കാലയളവിലെല്ലാം ചെന്താമര തനിക്ക് പറ്റിയ തെറ്റിലൊരു കുറ്റബോധമോ മറ്റു ഇല്ലാത്തൊരു പെരുമാറ്റമായിരുന്നു ചെന്താമരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതും ഈ കേസിൽ നിർണായകമാണ്. മാർച്ച് 25 ഈ കേസിൽ കുറ്റപത്രം പ്രോസിക്യൂഷൻ സമർപ്പിച്ചത്. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധന ഫലവും ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കേസിൽ 2025 ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ വിചാരണ നീണ്ടതിൽ 132 സാക്ഷികളെ വിസ്തരിച്ചതിൽ 4 സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയതുള്ള കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ കേരള മനസാക്ഷി ഞെട്ടിച്ച കേസിന്റെ വിധിയാണ് ഇന്ന് പുറത്തു വരുന്നത്. അതിൽ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുമ്പോൾ കേരളം കാത്തു നിൽക്കുന്നത് ചെന്താമരയെ പോലത്തെ കൊടും ക്രിമിനൽ നിയമവ്യവസ്ഥയിൽ ഏത് ശിക്ഷ ലഭിക്കുമെന്നതാണ് കേരളം കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും ഇരട്ട കൊലപാതകത്തിനു ശേഷം 1.5 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. ചെന്താമരയെ കാത്തിരിക്കുന്ന വിധി എന്താണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.